നമ്മൾ തയ്യാറാക്കുന്നത് ഒരു പുളിശ്ശേരിയും ഒരു ഇടിച്ചക്ക തോരനുമാണ്. അതിനുള്ള മാങ്ങ തൊലിച്ച് വെച്ചിട്ടുണ്ട്. ഇടിച്ചക്കയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പാചകം ആരംഭിക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാങ്ങകൾ ഇട്ട് കൊടുക്കുക. പുളിശ്ശേരിക്ക് വേണ്ടത് പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു പുളിശ്ശേരി. അത് വരട്ടിയെന്നുള്ള പുളിശ്ശേരിയല്ല, സാധാരണ. അതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിന് ഇത്തിരി 2 പച്ചമുളകും കൂടെ ഇട്ടുകൂടി കീറിയിടണം. കീറിയിടാം. പച്ചമുളകും കീറിയതും കൂടെ ഇട്ട് കൊടുക്കുക. ശേഷം ഒരു മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പും പകുതി വെന്ത ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇടിച്ചക്ക തോരന് വേണ്ടിയുള്ളത് അടുപ്പിൽ വെച്ച് അതിന് വീഡിയോ കംപ്ലീറ്റ് എടുക്കാൻ സാധിച്ചില്ല. അത് വെള്ളം ഒഴിച്ച് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എലുമ്പം പൂച്ച മുകളിലിരുന്ന് വിളിക്കുന്നു. അസ്വസ്ഥനായിരിക്കുകയാണ്. നമ്മുടെ പുളിശ്ശേരിക്കുള്ള മാങ്ങയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരു കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ തേങ്ങയും മോരും കൂടെ അടിച്ചതാണ്. ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വാങ്ങി വയ്ക്കാം. ഈ സമയത്ത് നമ്മൾ തോരന് വേണ്ടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അല്പം ഉപ്പും തേങ്ങ ചതച്ചതും കൂടി ചേർക്കേണ്ടതുണ്ട്. നമുക്ക് 1 മിനിറ്റ് കഴിഞ്ഞ ശേഷം എല്ലാം ചേർത്ത് ഇടുകയാണ്. ഈ തേങ്ങയും പച്ചമുളകും ജീരകവും കൂടെ ചതച്ചെടുത്ത് ഇത് ചേർക്കണം. നമ്മുടെ പുളിശ്ശേരി റെഡിയായിട്ടുണ്ട്. പഴുത്ത മാങ്ങ പുളിശ്ശേരി. ഇത് നമുക്ക് അല്പം ചോറ് വേവിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് നമ്മുടെ ചക്ക തോരന് വേണ്ടിയെല്ലാം എന്ത് പരുവമായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഈ തേങ്ങയും പച്ചമുളക്, ജീരകം, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. തേങ്ങയൊക്കെ ആവശ്യം പോലെ ഇട്ടിട്ടുണ്ട്. ഇത് നല്ല പ്രോട്ടീൻ, കൊഴുപ്പ് എന്നിവ തേങ്ങയിൽ അടങ്ങിയിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ് ചക്കയിലും ആവശ്യം പോലെ ഉണ്ട്.
ഇടിച്ചക്ക തോരനും റെഡിയായിട്ടുണ്ട്. ഒരു 1/2 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഭക്ഷണത്തിനുള്ള ചക്കത്തോരനും പുളിശ്ശേരിയും റെഡിയായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അല്പം ചോറെടുത്ത് ആ പുളിശ്ശേരിയും ഒരു ചക്കത്തോരനും വെച്ച് ഒന്ന് കഴിച്ച് നോക്കാം. കൊള്ളാം, അടിപൊളി. സലാഡും കൂടെ കഴിക്കാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.